Hi all, welcome to I+ Training Solutions. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേറ്റഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് വരുന്ന 5-year പ്ലാൻ എന്ന് പറയുന്നത് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്കതിനകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓരോ 5-year പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ എന്താണ് ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് വരാൻ പോകുന്ന 5 വർഷത്തേക്ക് ആ 5 വർഷത്തെ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം, ഏതൊക്കെ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന രീതിയിൽ നമ്മളൊരു 5 വർഷത്തേക്കൊരു ഒരു പ്ലാൻ നിർമ്മിക്കുന്നതിനെയാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചതെന്നാണ് 1951 ഏപ്രിൽ 1-നാണ്. നമുക്കറിയാം ഏപ്രിൽ 1 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1-നാണ്. ഏപ്രിൽ 1 to മാർച്ച് 31 നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് അല്ലേ. ഏപ്രിൽ 1 to മാർച്ച് 31 ആണ്. അപ്പോൾ 1951 ഏപ്രിൽ 1-നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്, പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പേരാണ് ഹരോൾഡ് ഡോമർ മോഡൽ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പേരെന്താണ്, ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. മറന്നു പോകരുത്, ഈ പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. അപ്പോൾ കാർഷിക പദ്ധതി, അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ ഊന്നൽ കൊടുത്തത് എന്തിനായിരിക്കും, കാർഷിക മേഖലയ്ക്കായിരിക്കും. അതുകൊണ്ടാണ് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഇത് തന്നെയാണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. 51 മുതൽ 56 വരെയാണ് അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് അല്ലേ. 5 വർഷമാണ്. അപ്പോൾ 1951 തുടങ്ങി 56 അവസാനിക്കുന്ന പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അതിനെ അറിയപ്പെടുന്ന 2 പേരുകളാണ്, കാർഷിക പദ്ധതി എന്നും അറിയപ്പെടും, അതേപോലെ തന്നെ എന്താണ്, ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലകളാണ് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലകൾ ഏതൊക്കെയാണ്, കൃഷിക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്, ജലസേചനം, വൈദ്യുതീകരണം. ഓക്കെ, അപ്പോൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം ഇതിന് 3-നും പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. മറന്നു പോകരുത്, കൃഷിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, ജലസേചനം, ഇറിഗേഷൻ, വൈദ്യുതീകരണം. ഓക്കെ, അപ്പം ഇതിന് 3-നും ഇമ്പോർട്ടൻസ് കൊടുത്ത പഞ്ചവത്സര പദ്ധതിയാണ് 1 എന്ന് പറയുന്നത്. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. അതേപോലെ തന്നെ കുടുംബാസൂത്രണത്തിന് അല്ലേ, കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതി ഏതാണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അതിൽ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നത് 1952 51 തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയാണ്. 56 വരെ നീണ്ടു നിൽക്കുന്നതാണ് അല്ലേ. അപ്പം 1952 കുടുംബാസൂത്രണം എന്ന് പറയുന്ന ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 1953 UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരംഭിച്ചത്. ഓക്കെ, അപ്പം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യം, ഹരോൾഡ് ഡോമർ മോഡൽ എന്നും അതേപോലെ തന്നെ കാർഷിക പദ്ധതി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഏതാണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ ഊന്നൽ നൽകിയ മേഖലകൾ ഏതൊക്കെയാണ്, കൃഷിക്ക്, ജലസേചനത്തിന്, വൈദ്യുതീകരണത്തിന്, ഈ 3 മേഖലയ്ക്കുമാണ് കൂടുതലായിട്ട് ഊന്നൽ നൽകിയത്. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ്, കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അത് ഏത് വർഷമായിരുന്നു, 1952 അതേപോലെ തന്നെ UGC സ്ഥാപിതമായ വർഷം 1953. അതും എന്താണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ ഒരു മേന്മയാണ് UGC അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. അത് ആരംഭിച്ചത് ഏത് വർഷമാണ്, 1953.
ഭക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണവും ദാമോദർ വാലി പദ്ധതിയും ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അപ്പം ഭക്രാനങ്കൽ, ഹിരാക്കുഡ് ഈ പറയുന്ന രണ്ട് അണക്കെട്ടുകൾ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തതും ദാമോദർ വാലി പ്രോജക്റ്റ് ഇത് മൂന്നും സ്റ്റാർട്ട് ചെയ്തത് ഏത് സമയത്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഭക്രാനങ്കൽ, ഹിരാക്കുഡ് ഇത് രണ്ടും എന്താണ്? അണക്കെട്ടുകളാണ്. ദാമോദർ വാലി പ്രോജക്റ്റ് ഇത് മൂന്നും സ്റ്റാർട്ട് ചെയ്തത് ഏത് സമയത്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%, കൈവരിച്ചത് 3.6%. അപ്പൊ പദ്ധതി ലക്ഷ്യം വെച്ചത് എത്രയാണ്? 2.1% എന്താണ് പുരോഗതി കൈവരിക്കണം എന്നായിരുന്നു. എന്നാൽ 3.6% പുരോഗതി കൈവരിച്ചു, അല്ലെങ്കിൽ വളർച്ച കൈവരിച്ചു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്തെല്ലാം സ്റ്റാർട്ട് ചെയ്തു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പേര്, സ്റ്റാർട്ട് ചെയ്ത വർഷം 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. 1951 മുതൽ 56 വരെ നീണ്ടു നിൽക്കുന്ന 5 വർഷത്തേക്കാണ് ഈ ഒരു പദ്ധതി. ഇതിൻ്റെ പേരെന്തൊക്കെയാണ്? ഹരോൾഡ് ഡോമർ മോഡൽ എന്നും കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നീട് ആ സമയത്ത് ആരംഭിച്ച എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തിന് ഊന്നൽ കൊടുത്തു? കൃഷിക്ക്, ജലസേചനത്തിന്, വൈദ്യുതീകരണം ഇതിന് മൂന്നിനുമാണ് കൂടുതൽ ഊന്നൽ കൊടുത്തത്. പിന്നീട് ആ സമയത്ത് ആരംഭിച്ചത് UGC ആരംഭിച്ചു. കുടുംബാസൂത്രണം കൊണ്ടുവന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പിന്നീട് എന്താണ്? ഹിരാക്കുഡ്, പിന്നീട് എന്താണ്? ഭക്രാനങ്കൽ, 2 അണക്കെട്ടുകൾ, ദാമോദർ വാലി പ്രോജക്റ്റ് ഇത് മൂന്നും എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ്? 2.1% പുരോഗതി വേണമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് എത്രയാണ്? 3.6 പുരോഗതി കൈവരിച്ചു. ഓക്കെ, അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഓർത്തിരിക്കുക. 1956 മുതൽ 61 വരെ. 1956 മുതൽ 61 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. മഹൽനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി. അപ്പൊ ഇതിന്റെ മറ്റ് പേരുകൾ ഉണ്ടെങ്കിൽ അത് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പേരാണ് മഹൽനോബിസ് മാതൃക. നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പേര് പറഞ്ഞു, എന്താണ്? ഹരോൾഡ് ഡോമർ മോഡൽ അല്ലെങ്കിൽ ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതി ആണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പേരെന്താണ്? മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കും, വൈദ്യുതീകരണത്തിനും, ജലസേചനത്തിനും കൂടുതൽ ഊന്നൽ നൽകിയെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? വ്യവസായമാണ്. മറന്നു പോകരുത്. വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, വ്യാവസായിക പദ്ധതി എന്ന് വിളിക്കുന്നു. ഒന്നാം പദ്ധതിയെ കാർഷിക പദ്ധതി എന്ന് പറയുന്നു എങ്കിൽ രണ്ടാം പദ്ധതി നമ്മൾ എന്ത് പേര് പറയും? വ്യാവസായിക പദ്ധതി എന്ന് പറയും. ഓർത്തിരിക്കുക, ഒന്നുകൂടി പറയാം. 1956 മുതൽ 61 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന പദ്ധതിയാണ് രണ്ടാം പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? വ്യാവസായികവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വന്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. പിന്നീട് ഇതിൻ്റെ മറ്റൊരു പേരാണ് മഹലനോബിസ് മാതൃക എന്ന് അറിയപ്പെടുന്നത്. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളായിരുന്നു. ഇപ്പൊ എന്തൊക്കെയാണ് ഉപലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? തൊഴിലില്ലായ്മ കുറയ്ക്കുക, തൊഴിലില്ലായ്മ കുറച്ചുകൊണ്ട് വരിക, ദേശീയ വരുമാനം ഉയർത്തുക. അപ്പൊ 2 കാര്യങ്ങളായിരുന്നു. ഉപലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന് തൊഴിലില്ലായ്മ കുറയ്ക്കുക, അതേപോലെ തന്നെ എന്താണ്? ദേശീയ വരുമാനം ഉയർത്തുക. അല്ലെ, ദേശീയ വരുമാനം ഉയർത്തുകയും വേണം, തൊഴിലില്ലായ്മ കുറയ്ക്കുകയും വേണം. ഇത് രണ്ടും എന്താണ്? രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങൾ ആയിരുന്നു. ഇരുമ്പുരുക്ക് ശാലകളായ ദുർഗാപൂർ പശ്ചിമ ബംഗാള്, ഭിലായ് ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ എന്നിവ സ്ഥാപിക്കപ്പെട്ടത് രണ്ടാം പദ്ധതി കാലത്താണ്. അപ്പോൾ ഇരുമ്പുരുക്ക് ശാലകളായ ഏതൊക്കെയാണ്? ദുർഗാപൂര്. ആ സ്ഥലങ്ങൾ ഓർത്ത്. ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭിലായി ആണെങ്കിൽ ഛത്തീസ്ഗഡിലും റൂർക്കേല ഒഡീഷയിലുമാണ്. ഓക്കെ, അപ്പൊ ഈ 3 ഇരുമ്പുരുക്ക് ശാലകളും സ്ഥാപിതമായത് രണ്ടാം പദ്ധതിയുടെ സമയത്താണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹിരാക്കുഡും അതേപോലെ ഭക്രാനങ്കൽ അണക്കെട്ടും ദാമോദർ വാലി പ്രോജക്റ്റും ഒക്കെ ഒന്നാം പദ്ധതിയിലായിരുന്നെങ്കിൽ രണ്ടാം പദ്ധതി സമയത്ത് വ്യവസായത്തിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. അല്ലേ, അപ്പൊ ഇരുമ്പുരുക്ക് ശാലകൾ വന്ന ഏതൊക്കെയാണ്? ദുർഗാപൂർ, പശ്ചിമ ബംഗാളിലുള്ള ദുർഗാപൂർ, പിന്നെ എന്താണ്? ഛത്തീസ്ഗഡിലുള്ള ഭിലായി, അതേപോലെ ഒഡീഷയിലുള്ള റൂർക്കേല. ഇത് 3ഉം സ്ഥാപിതമായത് ഏത് പദ്ധതി കാലത്താണ്? രണ്ടാം പദ്ധതിയുടെ സമയത്താണ്. 1956 മുതൽ 61 വരെയുള്ള സമയത്താണ്.
രണ്ടാം പദ്ധതി 4.27% വളർച്ചയാണ് കൈവരിച്ചത്. ലക്ഷ്യം വെച്ചത് 4.5% ആണ്. ഇപ്പോൾ രണ്ടാം പദ്ധതി ലക്ഷ്യം വെച്ചത് എത്രയാണ്? 4.5% വളർച്ചയാണ് എങ്കിൽ കൈവരിച്ചത് എത്രയാണ്? 4.27. അപ്പോൾ ഒന്നാം പദ്ധതിയെ പോലെ അത്ര വിജയമായിരുന്നില്ല. ഓൾമോസ്റ്റ് വിജയമായിരുന്നു എങ്കിലും അത്രയും എന്താണ്, ഒന്നാം പദ്ധതിയുടെ അത്രയും വിജയമാകാൻ എന്തിന് സാധിച്ചില്ല? രണ്ടാം പദ്ധതിക്ക് സാധിച്ചില്ല. അപ്പം പ്രതീക്ഷിച്ചത് 4.5 ആണെങ്കിലും 4.27% എന്താണ് ആ ഒരു എയിം അറ്റൈൻ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ രണ്ടാം പദ്ധതി ഒന്നുകൂടി പറയാം. എന്തെല്ലാം കാര്യങ്ങളാണ് രണ്ടാം പദ്ധതിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? 1956 മുതൽ 61 വരെയുള്ള കാലയളവാണ് രണ്ടാം പദ്ധതി കാലയളവ്. മഹൽനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. പിന്നെ എന്താണ്? വ്യാവസായിക പദ്ധതി എന്നും അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത്? വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത്. പിന്നീട് പറഞ്ഞ എന്താണ്? തൊഴിലില്ലായ്മ കുറയ്ക്കുക, അതേപോലെ തന്നെ എന്താണ്? ദേശീയ വരുമാനം ഉയർത്തുക. ഇത് രണ്ടും എന്താണ്? ഇതിന്റെ ഉപലക്ഷ്യങ്ങളായിരുന്നു. പിന്നീട് ദുർഗാപൂർ, റൂർക്കേല, ഭിലായ് ഈ 3 ഇരുമ്പുരുക്ക് ശാലകളും വന്നത് ഏത് സമയത്താണ്? രണ്ടാം പദ്ധതി സമയത്താണ്. 4.5% വളർച്ച പ്രതീക്ഷിച്ചു എങ്കിലും 4.27% അറ്റൈൻ ചെയ്യാൻ മാത്രമേ സാധിച്ചുള്ളൂ. ക്ലിയർ ആയല്ലോ? അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അപ്പോൾ ഓരോ പദ്ധതിക്കും ഓരോരോ ലക്ഷ്യങ്ങളാണുള്ളത്, അത് മറന്നു പോകരുത്. മൂന്നാം പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാണ്? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഓക്കെ, അപ്പൊ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് മൂന്നാം പദ്ധതി ഊന്നൽ നൽകിയത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി. അപ്പൊ ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി ഏതാണ്? മൂന്നാം പദ്ധതിയാണ്. വർഷം മറന്നു പോകരുത്, 1961 മുതൽ 66 വരെ. അപ്പൊ 1961 മുതൽ 66 വരെയുള്ള കാലഘട്ടം, അല്ലെങ്കിൽ കാലഘട്ടമല്ല, ആ 5 വർഷങ്ങളിലാണ് എന്ത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് അല്ലെ. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയാണ്. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? അതിന് എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്ക് അല്ലെ. അപ്പൊ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? മൂന്നാം പദ്ധതി അല്ലെ. മൂന്നാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം വന്നത് അല്ലെ. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവം വന്നത് ഏത് സമയത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകി. ഇപ്പൊ എന്താണ്? ഇപ്പൊ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത മാത്രമായിരുന്നില്ല ലക്ഷ്യം. എന്താണ്? ഭക്ഷ്യ സുരക്ഷ അല്ലെ. ഭക്ഷ്യ സുരക്ഷ അല്ലെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകിയ ഒരു പദ്ധതിയായിരുന്നു മൂന്നാം പദ്ധതി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി പറയാം. 1961 മുതൽ 66 വരെയുള്ള സമയത്ത് നടന്ന പദ്ധതിയാണ് മൂന്നാം പദ്ധതി. എന്താണ് ഇതിന്റെ പ്രത്യേകത? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയായിരുന്നു പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം. രണ്ടാമതൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു, ഭക്ഷ്യ സ്വയം പര്യാപ്തത അല്ലേ. പിന്നീട് എന്താണ്? ഗ്രീൻ റവല്യൂഷൻ, ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഉള്ള ഗ്രീൻ റവല്യൂഷൻ നടന്ന, അല്ലെങ്കിൽ ആ ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ വന്ന സമയത്ത് ഉള്ള പദ്ധതിയാണ് മൂന്നാം പദ്ധതി എന്ന് പറയുന്നത്, മൂന്നാം പഞ്ചവത്സര പദ്ധതി. 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം 5.6% വളർച്ച ലക്ഷ്യമിട്ടിരുന്ന പദ്ധതിക്ക് 2.4% വളർച്ച നേടാനേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ മൂന്നാം പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു അല്ലേ. പ്രതീക്ഷിച്ചത്ര വളർച്ച ഇവിടെ കൈവരിക്കാൻ സാധിച്ചോ? ഇല്ല. ഓക്കെ, അപ്പം അതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്? 1962 ഇന്ത്യ ചൈന യുദ്ധം അല്ലേ, ഇന്ത്യ ചൈന വാറ്, അതേപോലെ തന്നെ 65 ഇൻഡോ പാക് വാറ്, ഇത് രണ്ടും കടുത്ത വരൾച്ചയും. ഈ 3 കാരണങ്ങൾ കൊണ്ട് എന്താണ്? 5.6% വളർച്ച പ്രതീക്ഷിച്ചു എങ്കിലും എത്രയെ കൈവരിക്കാൻ സാധിച്ചുള്ളൂ? 2.4% മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. അപ്പം എൻ്റെ റീസൺസ് 3 എണ്ണമാണ്. 62 എന്താണ്? ഇൻഡോ ചൈന വാർ അല്ലേ. 62 ഇൻഡോ ചൈന വാറും 65 ഇൻഡോ പാക് വാറും പിന്നീട് എന്താണ്? കടുത്ത വരൾച്ച, ഡ്രോട്ടും കാരണമാണ് എന്താണ് അതിൻ്റെ വളർച്ച വളരെയധികം കുറയാനുള്ള കാരണം. ഓക്കെ, അടുത്തത് പ്ലാൻ ഹോളിഡേ. ഇനി എന്താണ് പ്ലാൻ ഹോളിഡേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് 1966 മുതൽ 69 വരെയുള്ള 3 വർഷക്കാലമാണ്. അപ്പോൾ 1966 മുതൽ
66 മുതൽ 69 വരെയുള്ള 3 വർഷത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാൻ ഹോളിഡേ എന്ന് അറിയപ്പെടുന്നത്. ഈ 3 വർഷത്തിൽ എന്ത് നടന്നിട്ടില്ല, പഞ്ചവത്സര പദ്ധതി ഒന്നും തന്നെ നടന്നിട്ടില്ല. പകരം എന്താണ് അവിടെ നടന്നത്, 66 മുതൽ 69 വരെ 3 വാർഷിക പദ്ധതികളാണ് നിലനിന്നത്. എന്താണ്, ഓരോ വർഷവും ഓരോ പദ്ധതികൾ. നമ്മൾ 5 വർഷത്തേക്കാണ് ഒരു പദ്ധതി, അതുകൊണ്ടാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അല്ലേ. 5 വർഷത്തേക്കാണ് പദ്ധതി തയ്യാറാക്കുന്നത്. എന്നാൽ 1966 മുതൽ 69 വരെ പഞ്ചവത്സര പദ്ധതികൾ നടന്നിട്ടില്ല. പകരം ആ സമയത്ത് നമ്മൾ അറിയപ്പെടുന്ന പേരെന്താണ്, പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുന്നത്. പ്ലാൻ ഹോളിഡേ. കാരണം എന്താണ്, പഞ്ചവത്സര പദ്ധതി ഒന്നും തന്നെ ആ സമയത്ത് നടന്നിട്ടില്ല, അതുകൊണ്ടാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. ആ 3 വർഷവും നടന്ന എന്താണ്, വാർഷിക പദ്ധതികൾ, ഇയർലി പ്ലാൻസ് ആയിരുന്നു നടന്നിരുന്നത്. വാർഷിക പദ്ധതികളായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഓരോ വർഷത്തേക്കും പ്ലാൻസ് നിർമ്മിക്കും, എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് എന്ത് പോകുന്നത്, ആ ഓരോ വർഷവും പോകുന്നത്. അപ്പോൾ 66 മുതൽ 69 വരെയുള്ള സമയം അവിടെ എന്താണ്, പഞ്ചവത്സര പദ്ധതി നടന്നിട്ടില്ല. പകരം ആ സമയത്തെ അറിയപ്പെടുന്ന പേരെന്താണ്, പ്ലാൻ ഹോളിഡേ. മറന്നു പോകരുത്, അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാൻ ഹോളിഡേ എന്താണ്? ഓക്കെ. അടുത്തത് 4ാം പഞ്ചവത്സര പദ്ധതി. ഇനി 4ാം പഞ്ചവത്സര പദ്ധതി. അപ്പം 66 വരെയാണ് 3ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നെ 69 വരെ പദ്ധതികളൊന്നും നടന്നിട്ടില്ല. പിന്നെ 4ാം പദ്ധതി എന്ന് പറയുമ്പോൾ എപ്പോഴാണ്, 69 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 69 മുതൽ 74 വരെയുള്ള 5 വർഷമാണ് എന്തെന്ന് പറയുന്നത്, 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 1969 മുതൽ 74 വരെയുള്ള സമയത്തെയാണ് നമ്മൾ 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അപ്പം 4ാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, സ്ഥിരതയോടുകൂടിയ വളർച്ച, വളരെ സ്റ്റേബിൾ ആയിട്ട് തന്നെ വളരണം, ഗ്രോത്ത് ഉണ്ടാവണം, സ്റ്റേബിൾ ഗ്രോത്ത് വേണം. അതേപോലെ തന്നെ സ്വാശ്രയത്വം നേടിയെടുക്കുക, നമ്മൾ സ്വയം പര്യാപ്തരാവുക അല്ലേ, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നതായിരുന്നു 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെ, സ്ഥിരതയോടുകൂടിയ ഒരു ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഗ്രോത്തും വേണം. അതേപോലെ തന്നെ എന്താണ്, സ്വാശ്രയത്വം എടുക്കുക. ഈ 2 കാര്യങ്ങളായിരുന്നു എന്തെന്ന് പറയുന്നത്, 4ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. വ്യവസായ രംഗത്ത് 9%, കാർഷിക രംഗത്ത് 5.6% വളർച്ച ലക്ഷ്യമിട്ടിരുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതി വ്യവസായ രംഗത്ത് 9%, കാർഷിക രംഗത്ത് 5.6% വളർച്ച പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ. അപ്പം ഒന്നുകൂടെ പറയാം, 4ാം പദ്ധതി എന്ന് പറയുന്നത് 1969 മുതൽ 74 വരെയുള്ള 5 വർഷത്തിലാണ് 4ാം പദ്ധതി നടക്കുന്നത്. ഇനി അവിടെ എന്തൊക്കെയാണ്, സ്ഥിരതയോടുകൂടിയുള്ള ഒരു വളർച്ച, സസ്റ്റൈനബിൾ ഗ്രോത്തും അതേപോലെ തന്നെ എന്താണ്, സ്വാശ്രയത്വം, സ്വയം പര്യാപ്തരാവുക. ഈ 2 കാര്യങ്ങളായിരുന്നു, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. അപ്പം വ്യവസായ രംഗത്ത് 9%, അതേപോലെ തന്നെ കാർഷിക രംഗത്ത് 5.6% ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് 4ാം പഞ്ചവത്സര പദ്ധതി. മറന്നു പോകരുത്, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ അല്ലെങ്കിൽ പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, 4ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ. അപ്പം 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്, പഞ്ചവത്സര പദ്ധതി, 4ാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെന്താണ്, വ്യാവസായിക രംഗത്ത് എത്ര പെർസെൻറ്റേജാണ്, 9%, അതേപോലെ തന്നെ കാർഷിക രംഗത്ത് 5.6% വളർച്ച ലക്ഷ്യമിട്ടിരുന്നു. അതേപോലെ തന്നെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് പ്രാധാന്യം നൽകിയ ഒരു പദ്ധതി കൂടിയാണ് എന്തെന്ന് പറയുന്നത്, 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇൻഡോ പാക് യുദ്ധവും 1971 ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. അപ്പോൾ ഈ പദ്ധതി എന്തായിരുന്നു, ഒരു പരാജയമായിരുന്നു. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, ഇൻഡോ പാക് യുദ്ധം അല്ലേ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, അതേപോലെ തന്നെ 1971 ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും, ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു അല്ലേ. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിച്ചു, ഈ 4ാം പദ്ധതി എന്തായിരുന്നു, ഒരു പരാജയമായിട്ട് മാറി. 3.3% വളർച്ച കൈവരിക്കാനേ ഈ പദ്ധതിക്ക് ആയുള്ളൂ. അപ്പം മൊത്തത്തിൽ എത്രയാണ് പറഞ്ഞത്, ഇൻഡസ്ട്രിയൽ സെക്ടർ ആണെങ്കിൽ 9%, അഗ്രികൾച്ചറൽ സെക്ടർ ആണെങ്കിൽ 5.6 വേണമെന്ന് പറഞ്ഞു. പക്ഷേ ടോട്ടലി എത്രയാണ്, 3.3% ഗ്രോത്ത് മാത്രമേ മൊത്തത്തിൽ ഈ ഒരു പദ്ധതിക്ക് നേടാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പോൾ ഈ പദ്ധതി എന്താണ്, ഒരു ഫ്ലോപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്ര വിജയത്തിലേക്ക് എത്താൻ 4ാം പദ്ധതിക്കും സാധിച്ചില്ല. അതിൻ്റെ റീസണാണ്, ഓർത്തിരിക്കുക, ഇൻഡോ ചൈന യുദ്ധവും അതേപോലെ തന്നെ എന്താണ് 1971 ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ പദ്ധതി പരാജയപ്പെട്ടത്. അടുത്തത് 5ാം പഞ്ചവത്സര പദ്ധതി, 1974 മുതൽ 79 വരെയുള്ള സമയം, 5ാം പദ്ധതി. ഓക്കെ.
അപ്പം 5ാം പദ്ധതി എന്ന് പറയുമ്പോൾ 1974 മുതൽ 79 വരെയുള്ള സമയമാണ് 5ാം പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകിയ പദ്ധതി ഏതാണ്? 5ാം പദ്ധതിയാണ് അല്ലേ. 1ാം പദ്ധതി കൃഷിക്കായിരുന്നു, 2ാം പദ്ധതി എന്താണ്? വ്യവസായത്തിനായിരുന്നു. ഇനി 5ാം പദ്ധതി നമ്മൾ എന്തിനാണ് പറയുന്നത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇമ്പോർട്ടൻസ് നൽകി അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എന്താണ് ഊന്നൽ നൽകിയ പദ്ധതിയാണ് 5ാം പദ്ധതി. വർഷം ഓർത്തിരിക്കുക, 74 മുതൽ 79 വരെയുള്ള 5 വർഷമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ശ്രീമതി ഇന്ദിരാഗാന്ധി 1975 20 ഇന പരിപാടികൾ നടപ്പിലാക്കിയത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു, 20 ഇന പരിപാടികൾ. ഈ ഒരു 20 ഇന പരിപാടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് പദ്ധതിയുടെ സമയത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. കാർഷിക ഉൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചു. അതേപോലെ തന്നെ കാർഷിക ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കമാൻഡ് ഏരിയ വികസന പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 74 മുതൽ 75 വരെയുള്ള സമയത്താണ് എന്താണ് കമാൻഡ് ഏരിയ വികസന പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചത്. ഇതൊക്കെ ഏത് സമയത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, 1974 മുതൽ 79 വരെയുള്ള സമയത്ത് നടന്ന പദ്ധതിയാണ് 5ാം പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം അല്ലേ. അപ്പൊ 5ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. ആ സമയത്തെ എന്താണ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എന്ത് കൊണ്ടുവന്നു? 20 ഇന പരിപാടികൾ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി 20 ഇന പരിപാടികൾ കൊണ്ടുവന്നത് 5ാം പദ്ധതിയുടെ കാലത്താണ്. പിന്നീട് എന്താണ് കാർഷിക വികസനം അല്ലെ, കാർഷിക ഉൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചതും 1974-75 സമയത്താണ്. അതായത് 5ാം പദ്ധതിയുടെ സമയത്താണ്. മൊറാർജി ദേശായി ഗവൺമെന്റ് 1978 ഒരു വർഷം മുൻപേ 5ാം പദ്ധതി അവസാനിപ്പിച്ചു. അപ്പോൾ 79 അവസാനിക്കേണ്ട പദ്ധതി മൊറാർജി ദേശായി, ഇന്ദിരാഗാന്ധി കഴിഞ്ഞിട്ട് മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു വർഷം മുമ്പേ ഈ ഒരു പദ്ധതി അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ അത് ഓർത്തിരിക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 5ാം പദ്ധതി 5 വർഷമാണ് നമ്മുടെ ആ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ 74 മുതൽ 79 വരെയായിരുന്നു. എന്നാൽ മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു വർഷം മുമ്പേ ഈ ഒരു പദ്ധതി അവസാനിപ്പിച്ചു. അപ്പോൾ ഏത് വർഷമാണ്? 1978 5ാം പദ്ധതി അവസാനിച്ചു. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു 5ാം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ. ഓക്കെ, ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം 5ാം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും 5ാം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമായി. അപ്പൊ എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും അതേപോലെ തന്നെ തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും 5ാം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമുണ്ടായി. അപ്പോൾ ഈ ഒരു വർഷം മുമ്പേ നിർത്താനുള്ള കാരണം എന്തൊക്കെയാണ്? ഒന്നാമത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, എമർജൻസി പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ അതിനുശേഷം ഉണ്ടായ രാഷ്ട്രീയ മാറ്റം അല്ലേ. അതിനുശേഷം എന്താണ് മന്ത്രിസഭ, പുതിയതായിട്ട് വന്ന മന്ത്രിസഭയൊക്കെ കാരണം കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? 5ാം പദ്ധതി എന്താണ് വേഗം അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് വിള്ളലേൽക്കാൻ കാരണം എന്താണ്? ഈ പറഞ്ഞ അടിയന്തരാവസ്ഥയും അതേപോലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ ഭരണമാറ്റവുമാണ്. 5.1% ആണ് ഈ പദ്ധതിയുടെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക്. എങ്കിലും 5.1% എന്ത് ചെയ്തു? അത് വളർച്ച നേടി. 5.1% വളർച്ച നേടിയ ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം എന്തെല്ലാം കാര്യങ്ങളാണ് 5ാം പദ്ധതി എന്ന് പറയുന്നത്. 1974 മുതൽ 79 വരെയുള്ള സമയത്ത് നടന്ന പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 5ാം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു കർമ്മ പരിപാടിയാണ് 20 ഇന പരിപാടി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി തന്നെ കൊണ്ടുവന്നതാണ് 74-75 സമയത്ത്. പിന്നീട് എന്താണ് 74-75 സമയത്ത് കൊണ്ടുവന്ന എന്താണ് കമാൻഡ് ഏരിയ വികസന പദ്ധതിയാണ് അല്ലേ. കാർഷിക ഉൽപാദനം ലക്ഷ്യമാക്കിയിട്ട് കമാൻഡ് ഏരിയ വികസന പദ്ധതി കൊണ്ടുവന്നത് 74-75 5ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് തന്നെയാണ് എന്താണ് ഇന്ദിരാഗാന്ധി 20 ഇന പരിപാടികൾ കൊണ്ടുവന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട്. പിന്നീട് മൊറാർജി ദേശായി സർക്കാർ എന്ത് ചെയ്തു? 1978 ഒരു വർഷം മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഒരു പദ്ധതി അവസാനിപ്പിക്കുന്നു. പിന്നീട് എന്താണ് പറഞ്ഞത്?
അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും അതിനുശേഷം വന്ന ഭരണമാറ്റവും ഒക്കെ കാരണം എന്താണ്? ഈ പദ്ധതി നമ്മൾ പ്രതീക്ഷിച്ചത്ര പുരോഗതി കൈവരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും 5.1% വളർച്ച ഈ ഒരു പദ്ധതി നേടിയിരുന്നു. അടുത്തത് ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെ. അപ്പോൾ 78 അവസാനിച്ചു എങ്കിലും അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്താണ്? 78 അവസാനിച്ചു. 79 വരെ ഉണ്ടെങ്കിലും 78 അത് നേരത്തെ ക്ലോസ് ചെയ്തിരുന്നു. പിന്നീട് അടുത്ത പദ്ധതി വരുന്നത് 80-ലാണ്. 1980 80 മുതൽ 85 വരെയുള്ള 5 വർഷങ്ങൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ആറാം പദ്ധതിയുടെ ലക്ഷ്യം. അപ്പം അഞ്ചാം പദ്ധതിയുടെയും ആറാം പദ്ധതിയുടെയും ലക്ഷ്യം എന്ത് തന്നെയായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. മറന്നു പോകരുത്, അഞ്ചാം പദ്ധതി ആറാം പദ്ധതി ഇതിന്റെ രണ്ടിലെ ലക്ഷ്യം സെയിം തന്നെയാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് ഉപലക്ഷ്യങ്ങളായിരുന്നു. അപ്പം ആറാം പദ്ധതിക്ക് 2 ഉപലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നതാണ്. കാർഷിക മേഖലയുടെയും അതേപോലെ തന്നെ വ്യാവസായിക മേഖലയുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അപ്പോൾ ആറാം പദ്ധതിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. എങ്കിലും അതിന് ഉപലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ്? കാർഷിക മേഖലയുടെയും വ്യാവസായിക മേഖലയിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഇത് രണ്ടും എന്താണ്? അതിൻ്റെ ഉപലക്ഷ്യങ്ങൾ ആയിരുന്നു. ഗ്രാമത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള TWCRA ഡെവലപ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് പദ്ധതി ആരംഭിച്ചത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പം ഗ്രാമവാസികളായ ഗ്രാമീണ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീമാണ് DWCRA ഡെവലപ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. അപ്പോൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച ഒരു സ്കീം കൊണ്ടുവന്നു. ഏത് വർഷമാണ്? 1982. അപ്പോൾ ഈ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്? ആറാം പദ്ധതിയുടെ സമയത്താണ് അല്ലേ? 1980 മുതൽ 85 വരെയുള്ള സമയത്താണ് ആറാം പദ്ധതി നടക്കുന്നത്. അപ്പോൾ 82-ലാണ് എന്ത് വന്നത്? DWCRA എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നത്. ഗ്രാമീണ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന ഒരു സ്കീമാണത്. അടുത്തത്, ഈ പദ്ധതി ദേശീയ വരുമാനത്തിൽ 5.4% വാർഷിക വളർച്ച നേടി. അപ്പോൾ എന്താണ് ഇതിൻ്റെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്? 5.4% ആണ്. വളർച്ചാ നിരക്ക് എത്രയാണ്? 5.4% ആണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ആറാം പദ്ധതി എന്ന് പറയുന്നത് 1980 മുതൽ 85 വരെയുള്ള സമയത്താണ് ആറാം പദ്ധതി നടന്നത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. എങ്കിലും ഉപലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? കാർഷിക മേഖലയുടെയും വ്യാവസായിക മേഖലയുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അതായിരുന്നു അതിൻ്റെ ഉപലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നീട് ആ സമയത്ത് വന്ന ഒരു സ്കീമായിരുന്നു DWCRA, ഗ്രാമീണ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവന്ന 1982 കൊണ്ടുവന്ന ഒരു സ്കീമാണ് DWCRA. പിന്നീട് എത്ര പെർസെൻറ്റേജ് വളർച്ച നേടി? 5.4% വാർഷിക വളർച്ച നേടിയ ഒരു പദ്ധതിയാണ് ആറാം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള 12 പദ്ധതികൾ വരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇവിടെ 6 വരെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൻ്റെ ബാലൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്